വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ട് എനിക്ക് വോയിസ് ഒക്കെ ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച്. വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. ഐ എം ഗോണ സ്പീക്ക് അപ്പ് ഫ്രം മൈൻഡ്. അപ്പം ഇതാണ് സംഭവം. ഇമോഷണലായിട്ടുള്ള ഒരു പേഴ്സൺ ആണോ നിങ്ങൾ? അപ്പം ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാൻ കാരണം ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന എല്ലാവരും നിഷ്കളങ്കമായ ആൾക്കാരും ഒരുപാട് ഇമോഷണലായിട്ടുള്ള ആൾക്കാരുമാണ് കൂടുതലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതാട്ടോ. ബട്ട് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അല്ലെങ്കിൽ പണ്ട് ഞാൻ അത്ര ഇമോഷണലായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലായിരുന്നു. കുറച്ച് ബോൾഡായിരുന്നു, കുറച്ച് ഞാൻ എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഇത്ര ഇമോഷണലായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് മേ ബി ഡ്യൂ ടു എനിക്ക് കോവിഡ് വന്നായിരുന്നു പ്രഗ്നൻസി സമയത്ത്. എൻ്റെ 7th മന്തിൽ എനിക്ക് കോവിഡ് വന്നായിരുന്നു. ഇനി കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് എനിക്കറിയത്തില്ല, അതല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞുള്ള ഹോർമോണൽ ചേഞ്ചസിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. ബട്ട് എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണ് എനിക്ക് ലൈക്ക് ഞാൻ ഓവർ ഇമോഷണൽ വെച്ചാൽ എനിക്ക് ഇപ്പം ന്യൂസൊന്നും കാണാനേ വയ്യ. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് കഴിഞ്ഞാലും ലൈക്ക് നമ്മുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രസ് മീഡിയ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഹൈപ്പും ഇപ്പോഴത്തെ എങ്ങനത്തെ സംഭവങ്ങൾ കിട്ടിയാലാണ് അതിന് ഹൈപ്പ് കൊടുക്കേണ്ടതെന്ന് അവർക്കറിയാം. അപ്പം അതിൻ്റെ എക്സ്ട്രീം വരെ ആയിരിക്കും അവർ കാണിക്കുന്നത്, എക്സ്ട്രീം വരെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. എനിക്ക് അതൊന്നും കേൾക്കാനേ വയ്യ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യൂസ് സംഭവം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബായി പോവാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ കുട്ടികളുടെ കാര്യം, പെൺകുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഉപദ്രവിക്കുന്നതും ഇപ്പം നമുക്ക് അതൊക്കെ ഭയങ്കര കൂടുതലല്ലേ. നമുക്ക് അങ്ങനത്തെ ന്യൂസ് കാണാതിരിക്കണമെങ്കിൽ ന്യൂസേ കാണാതിരിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇപ്പം തന്നെ എത്ര ഇൻസിഡൻസ് ഉണ്ടായി. എനിക്കാണെങ്കിൽ ഈ ട്രിവാൻഡ്രത്തെ മറ്റേ ശിശുക്ഷേമ സ്ഥലത്ത് ഉണ്ടായെന്ന് എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിനിങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ജോലിക്ക് വരണം? അവർക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? അവർക്ക് കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ജോലിക്ക് വന്നൂടെ? ഇങ്ങനെ ഓവർ ടൈം ഞാൻ തന്നെ എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അയ്യോ, ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അച്ഛനമ്മമാർ പോലും ഇല്ല അവർക്ക് പറയാനേ. ജസ്റ്റ് ഇമാജിൻ, അവർ ആരോട് പോയി പറയാം? അവർ വിചാരിക്കും ലൈഫ് ഇതാണെന്ന് അവർ വിചാരിക്കും. അവർക്ക് ലൈഫേ ഹെല്ലായിപ്പോയി, അങ്ങനെ ആയിപ്പോയി. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ വളർന്ന് നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എല്ലാം ബുദ്ധിമുട്ടുകളാണ്. ദേ ആർ ഫേസിങ് എ ലോട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഇമോഷണൽ സ്റ്റേറ്റസിന് നമ്മൾ കുറച്ച് പുറത്ത് വരണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ട് ഈച്ച് ആൻഡ് എവറി ഡേ നമ്മളിങ്ങനെ പല ന്യൂസുകൾ കേൾക്കുമ്പം ഞാൻ നേരത്തേക്ക് കുറച്ച് തിങ്ക് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും എനിക്ക് തിങ്ക് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറയാറുണ്ട്, ന്യൂസേ കേൾക്കണ്ട, ന്യൂസ് കേട്ടാലല്ലേ ഒരു പ്രശ്നം. കാരണം ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ നെഗറ്റീവാണ്, കംപ്ലീറ്റ് നെഗറ്റീവ്. പിന്നെ എനിക്ക് ആരോടെങ്കിലും ഇതൊക്കെ പറയണം. അപ്പം ആളിങ്ങനെ ഓഫീസിൽ പോയി പല ടെൻഷനിലായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ഇതങ്ങോട്ട് പറയുകയും അങ്ങനെ കംപ്ലീറ്റ് ഡിപ്രഷൻ മോഡിലോട്ട് പോകും ഞങ്ങൾ രണ്ടുപേരും കൂടെ. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പം കുഞ്ഞ് കേൾക്ക് നമ്മളൊന്നും പറയാറില്ല കേട്ടോ. അതുകൊണ്ട് കുഞ്ഞില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതെല്ലാം പറയാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് സംഭവം. എനിക്ക് ഇങ്ങനെ ഇമോഷൻസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു പോവുക. എനിക്ക് ഒരു ന്യൂസും അങ്ങോട്ട് കേട്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് പോലും ഞാൻ ഫ്രീസായി പോവുക ചില ന്യൂസൊക്കെ കണ്ടിട്ട്. അതാണ് എൻ്റെ ഒരു അവസ്ഥ. എന്നെപ്പോലെ ഇമോഷണലായിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അല്ലെ ഈ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്തെങ്കിലും ടിപ്സോ ഐഡിയാസോ എന്തെങ്കിലും. എനിക്കിപ്പോൾ ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് എനിക്ക് തരാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ.
അതുപോലെ തന്നെ നിങ്ങളും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, എനിക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ അല്ല എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഐ ഹാവ് ടു സ്പീക്ക് അപ്പ്. ഞാൻ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇച്ചിരി ഒന്ന് കുറയും. ആ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോക്ക് ടു സംവൺ വെരി ക്ലോസ്, പേരൻസ്, ഹസ്ബൻഡ്, ഫ്രണ്ട്സ്, മക്കളോ ആരോടെങ്കിലും സംസാരിക്കുമോ. നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് കുറയും കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, കുറച്ചൊന്ന് കുറയും. അപ്പോൾ അതായിരുന്നു ഞാൻ പറയാൻ വന്ന ഒരു ടിപ്പ്. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എനിക്കിപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞുണ്ടായ സമയം അല്ല കോവിഡ് വന്ന സമയമൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിലക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാനിങ്ങനെ ഡെലിറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ ഓർത്തെടുക്കുമ്പം വീണ്ടും പൊട്ടിപ്പോവും. സോ അതൊക്കെ ഈ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഓവർ ടൈം മാറും നാളെ മാറും അല്ല അടുത്ത വർഷം മറക്കും അങ്ങനെ വിചാരിച്ചിട്ട് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മറക്കത്തുമില്ല, അത് ഓർക്കുമ്പോഴേ നമ്മൾ കരയുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഫെമിനിസ്റ്റോ അങ്ങനൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങ് റിയാക്ട് ചെയ്യാൻ തോന്നും, ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരിക. ഇങ്ങനെ ഇപ്പം ട്രിവാൻഡ്രത്ത് നടന്ന സംഭവമാണെങ്കിലും ശരി, പല പല സ്ഥലങ്ങളിൽ ചെന്നൈയിൽ മറ്റേ സെപ്റ്റിക് ടാങ്കിൽ കുഞ്ഞ് വീണ അതൊക്കെ എനിക്ക് കാണുമ്പോഴുണ്ടല്ലോ എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, റിയാക്ട് ചെയ്യണം എന്ന് തോന്നുക ചില വീഡിയോസൊക്കെ കാണുമ്പോഴേ. ലൈക്ക് അതിൻ്റെ കമൻസിൽ പോയി ഇടണോ വേണ്ട ഞാനൊരു 2-3 തവണ ഞാൻ ചിന്തിച്ചിട്ടേ ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുള്ളൂ. ഞാൻ ഇടുന്ന കമൻറ്റും വേറെ ആർക്കും അത് ഹേർട്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെയും കൂടെ ചിന്തിക്കണ്ടേ. പിന്നെ ഞാനിടുന്ന കമൻറ്റ് വേറെ ഒരാൾക്ക് അത് ഇമോഷനെ ബാധിക്കുന്ന കാര്യമാകാൻ പാടില്ലല്ലോ. സോ എനിക്ക് തോന്നുന്നു ഞാനൊരു അമ്മയായതും എനിക്കൊരു മകളുള്ളതും ആണോ എൻ്റെ ഇമോഷൻ ഈ ലെവൽ അങ്ങ് കൂടിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിനി കുറയുമെന്നും എനിക്കറിയത്തില്ല. ബട്ട് എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഒരു ന്യൂസും കാണാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ആകെ ഈ പറയുന്ന പോലെ ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് കുറച്ച് ആ ഒരു ഇമോഷൻ ഡൗൺ ആവുമെന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് എനിക്ക് തരാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ടു അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ്, ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും അഡ്വൈസസ്, ഒപ്പീനിയൻ എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. സോ എനിത്തിങ് ഇഫ് യു ഫീൽ സോ ഡെഫിനറ്റ്ലി എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുക. ഡോണ്ട് ഹെസിറ്റേറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇതിൽ നിന്ന് മാറും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പറയുക. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മീ. എനിക്ക് ഒരുപാട് ലവ് കിട്ടുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്കതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ ഫ്ലുവൻസി കണ്ടോ, ഇപ്പം മലയാളത്തിലെ ഈ ഒരു ഫ്ലുവൻസി കണ്ടോ, ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തന്ന കോൺഫിഡൻസ് ആണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ അധികം പേരോട് സംസാരിച്ച് എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് അല്ല. എൻ്റെ തുടക്കത്തിലെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ മലയാളം അത്ര ശരിയല്ല, എനിക്ക് അധികം സംസാരിക്കാൻ അറിയത്തില്ല അങ്ങനെ പറഞ്ഞുള്ള വീഡിയോസാണ് കൂടുതൽ. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒറ്റ സ്ട്രെച്ചിലെടുക്കുന്ന വീഡിയോ ആണ്. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ഇത്രയും ഫ്ലുവൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റി എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ബിക്കോസ് ഓഫ് യുവർ ലവ്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. കീപ് സപ്പോർട്ടിങ്. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. Bye bye.